നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൺവട്ടത്തു നിന്ന് മാറി നിൽക്കുന്നത് ഒരു പക്ഷേ അവൻ പ്ലേ സ്കൂളിലേക്ക് പോകുമ്പോഴായിരിക്കും അല്ലേ? 7 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് ഒരു കുഞ്ഞിൻ്റെ വ്യക്തിത്വം രൂപപ്പെടുന്നത്. പ്ലേ സ്കൂളിലേക്ക് വിടുമ്പോൾ ഒരമ്മയുടെ കണ്ണെത്തേണ്ട A to Z കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് യങ് മോംസിലൂടെ ചിന്തിക്കുന്നത്. പ്ലേ സ്കൂളിലേക്ക് പോകുന്ന കുട്ടി പെട്ടെന്നൊരു ദിവസം കളിച്ചിരികളൊക്കെ നിർത്തുക, അതല്ലാന്നുണ്ടെങ്കിൽ ചീത്ത വാക്കുകളൊക്കെ പറയുക, ഇത്രയും കാര്യങ്ങൾ മതി നമ്മൾ അമ്മമാർക്ക് ടെൻഷൻ ആവാൻ. ഒരു പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ സഹായം നമുക്ക് ആവശ്യമായി വരാം. പ്ലേ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ മടി കാണിക്കുകയാണെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. ചില കുഞ്ഞുങ്ങൾ മടി കാണിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അത് ശരിക്കും പോകാനുള്ളൊരു മടി കാരണമാണോ, അത് അവർക്ക് പ്ലേ സ്കൂളിൽ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ, അവർക്ക് അവിടെ നിൽക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതിനായിട്ട് നമ്മൾ ആ പ്ലേ സ്കൂളിലെ ടീച്ചറുമായിട്ട് ഒരു ഡിസ്കഷൻ ആവാം, ഒരു ഇൻറ്ററാക്ഷൻ ആവാം. അവിടെ ബാക്കി കുഞ്ഞുങ്ങളുമായിട്ട് എങ്ങനെയാണ് ഇൻറ്ററാക്ട് ചെയ്യുന്നത്, അവൻ ബോറടിച്ചിരിക്കുകയാണോ, അതോ എന്തെങ്കിലും ഭയമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉത്കണ്ഠയുടെ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടോ, അവനവിടെ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ, അതോ വിശന്നിരിക്കുന്നുണ്ടോ, പല കാരണങ്ങൾ കൊണ്ടാണ് ഒരു കുഞ്ഞ് മടി കാട്ടുന്നത്. അപ്പം നമ്മൾ ആദ്യമേ ഒരു കുഞ്ഞ് മടി കാണിച്ചാൽ എന്തുകൊണ്ട് അങ്ങനെ മടി കാണിക്കുന്നു എന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അത് കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ നമുക്കതൊരു പരിഹാരം കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ കുഞ്ഞിന് അവിടുത്തെ ചില പ്ലേ സ്കൂളിലൊക്കെ ഭക്ഷണം കൊടുക്കുന്ന പ്ലേ സ്കൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ ചിലത് വീട്ടിൽ നിന്നും കൊണ്ടുപോവാണ്. അപ്പോൾ ഭക്ഷണം കൊടുക്കുന്ന പ്ലേ സ്കൂളാണെങ്കിൽ ആ ഭക്ഷണവുമായിട്ട് കുഞ്ഞ് ആ ഒരു ടേസ്റ്റുമായിട്ട് കുഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടോ, അഥവാ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്നും അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുത്തു വിടുക. അല്ലെങ്കിൽ അവിടെ പ്ലേ സ്കൂളിലുള്ള ബാക്കി കുഞ്ഞുങ്ങളുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം ആണെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ടീച്ചറോട് പറഞ്ഞ് അവനെ വേറൊരു ഗ്രൂപ്പിലേക്ക് മാറ്റി വിടുക. അങ്ങനെ എന്താണോ കുഞ്ഞിൻ്റെ പ്രശ്നം അത് പരിഹരിച്ചു പോവുകയാണ് വേണ്ടത്. ഒരു കുഞ്ഞ് ഒരു മോശം വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കേണ്ടത് ആ കുഞ്ഞ് ഫ്രസ്ട്രേറ്റഡ് ആണ്, അല്ലെങ്കിൽ ആ കുഞ്ഞിന് എന്തോ പിരിമുറുക്കമുണ്ട്, അല്ലെങ്കിൽ ദേഷ്യമുണ്ട്. ആ ദേഷ്യം ആ രീതിയിൽ കാണിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തന്നെ ആ കുഞ്ഞിന് ദേഷ്യം വരാനുള്ള സിറ്റുവേഷൻ എന്താണ് ഉണ്ടായത്, ആ കുഞ്ഞ് ഫ്രസ്ട്രേറ്റഡ് ആകാനുള്ള സിറ്റുവേഷൻ എന്താണ് ഉണ്ടായത്, അത് നമ്മൾ നോക്കുക. എന്നിട്ട് അത് പരിഹരിച്ച് പോവുകയാണ് ചെയ്യേണ്ടത്. പലപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുള്ളത്, ഒരു കുഞ്ഞ് മോശം വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിനെ അങ്ങ് ഇഗ്നോർ ചെയ്യുക, അതിനെ മൈൻഡ് ചെയ്യേണ്ട. അതിനെ മൈൻഡ് ചെയ്യാതിരിക്കുമ്പം കുഞ്ഞത് പെട്ടെന്ന് അങ്ങ് പതുക്കെ അല്ലെങ്കിൽ അങ്ങ് നിർത്തിക്കോളും എന്നുള്ളതാണ്. പക്ഷേ അത് നമുക്ക് 100% യോജിക്കാവുന്ന ഒരു സംഗതിയല്ല. കാരണം നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നാൽ കുഞ്ഞിനൊരു ധാരണ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, താനിക്കൊരു പ്രശ്നമുണ്ടായി, അല്ലെങ്കിൽ പ്ലേ സ്കൂളിൽ ഒരു കുഞ്ഞുമായിട്ട് ഒരു പ്രശ്നമുണ്ടായി, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും കുഞ്ഞിനൊരു പ്രശ്നമുണ്ടായി, ആ പ്രശ്നം അവൻ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിച്ച ഒരു മാർഗ്ഗമാണ് ആ ബാഡ് വേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിനെ ഇഗ്നോർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അവനെ ആരും ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ അവൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം കാണാതെ പോകുന്നു എന്നുള്ളൊരു നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയും ആ കുഞ്ഞിനെ അലട്ടാനായിട്ട് സാധ്യതയുണ്ട്. അത് പ്രശ്നം കൂടുതൽ വഷളാക്കുകയേ ചെയ്യുള്ളൂ. എപ്പോഴെങ്കിലും കുഞ്ഞൊരു മോശം വാക്ക് ഉപയോഗിച്ചാൽ ആ കുഞ്ഞിനോട് പറഞ്ഞ് മനസ്സിലാക്കണം, ഇതൊരു അഴുക്ക് വാക്കാണ്, അല്ലെങ്കിൽ മോശം വാക്കാണ്, ചീത്ത വാക്കാണ് എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് ആ കുഞ്ഞിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഗുഡ് ബോയ്സ് അല്ലെങ്കിൽ ഗുഡ് ഗേൾസ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാത്തത് ചെയ്യുന്നത് നമ്മൾ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമല്ല എന്നുള്ള കാര്യം കുഞ്ഞിനെ ആദ്യത്തെ വാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ബാധ്യത മാതാപിതാക്കന്മാർക്കുണ്ട്. പ്ലേ സ്കൂളിലേക്ക് പോകും മുമ്പ് ചിണുങ്ങിക്കൊണ്ട് ഉണർന്ന് എഴുന്നേൽക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ നന്നായി ഭക്ഷണം കൊടുത്ത് അവരെ നന്നായി ഒരുക്കി വിടുക എന്ന് പറയുന്നത് ശ്രമകരമായ ജോലിയാണ്. ഇതിനിടയിൽ വിറ്റമിൻസ് ഉള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം അവർ കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതായിരിക്കും നമ്മൾ അമ്മമാരുടെയൊക്കെ ഒരു സംശയം. ഇത് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് എങ്ങനെ ഉറപ്പുവരുത്താം? ബ്രേക്ക്ഫാസ്റ്റ് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മീൽ ഓഫ് ദ ഡേ എന്നല്ലേ പറയുന്നത്. പ്ലേ സ്കൂളിലുള്ള കുട്ടികളുടെ കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ചും അവർ പല സമയത്തായിരിക്കും ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ഭക്ഷണം കഴിക്കുന്നത്. ചിലർ സ്കൂളിൽ നേരത്തെ പോകുന്നത് കാരണം ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്നും കഴിക്കാതെ കൂടുതലായിട്ടും പ്ലേ സ്കൂളിൽ പോയിട്ടായിരിക്കും കഴിക്കുന്നത്. ഇതിൽ മനസ്സിലാക്കിയിരിക്കേണ്ട, പ്രത്യേകിച്ച് മാതാപിതാക്കൾ അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു സമീകൃത ആഹാരമായിട്ട് തന്നെയാണ് കുട്ടികൾക്ക് നൽകേണ്ടത്. സമീകൃത ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്നജം, അതായത് കാർബോഹൈഡ്രേറ്റ്, മാംസ്യം അതായത് പ്രോട്ടീൻ, കൊഴുപ്പ്, ഫാറ്റ്, പിന്നെ വൈറ്റമിൻസും മിനറൽസും, അത് നമ്മൾ പറയുന്ന ധാതു ലവണങ്ങൾ, അപ്പോൾ ഇതെല്ലാം അടങ്ങുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണത്തെയാണ് നമ്മൾ സമീകൃത ആഹാരം എന്ന് പറയുന്നത്.
ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പോഷകങ്ങളെ പറ്റി അറിയാം, പക്ഷേ അത് ഭക്ഷണത്തിൽ ഏതെല്ലാം സാധനങ്ങളിൽ നിന്നാണ് ഇങ്ങനത്തെ പോഷകങ്ങളെല്ലാം എത്തുന്നതെന്നുള്ള പലർക്കും ഒരു സംശയമുണ്ടാകും. അപ്പോൾ അന്നജം കൂടുതലായിട്ടും കാണപ്പെടുന്ന ധാന്യങ്ങളിലാണ്. അപ്പം നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും മുൻതൂക്കം കൊടുക്കേണ്ട ധാന്യങ്ങളിലാണ്. അതിപ്പം അരിയാകാം, ഗോതമ്പാകാം, ഓട്സ് ആകാം, റവയാകാം. അങ്ങനെ ഏത് തരത്തിലുള്ള ധാന്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് അന്നജം ലഭ്യമാകും. ഇത് കഴിഞ്ഞാൽ അടുത്ത് ചിന്തിക്കേണ്ട മാംസ്യം എങ്ങനെ ആ പ്ലേ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താമെന്നുള്ളത്. മാംസ്യം എന്ന് പറയുന്ന പ്രോട്ടീൻസ് 2 രീതിയിലുണ്ട്. ഒരെണ്ണം വെജിറ്റബിൾ പ്രോട്ടീൻ എന്ന് പറയുന്നു. വെജിറ്റബിൾ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ സസ്യാഹാരങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മാംസ്യങ്ങൾ. അത് പയറ്, പരിപ്പ് വർഗ്ഗങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് ശരീരത്തിൽ എത്തിക്കാൻ പറ്റുന്നത്. നോൺ വെജിറ്റേറിയൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മുട്ട, ചിക്കൻ അല്ലെങ്കിൽ മീൻ ഇങ്ങനത്തെ വസ്തുക്കളിൽ നിന്നാണ് നോൺ വെജ് പ്രോട്ടീൻസ് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത്. പ്രീ സ്കൂൾ ഏജിലോട്ട് വരുന്ന കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് അവർ ഏതെങ്കിലും ഭക്ഷണത്തിൻ്റെ കളർ കണ്ടു കഴിഞ്ഞാൽ അതിനോടൊരു അട്രാക്ഷനാണ്. അതിൻ്റെ അപ്പിയറൻസ് ഈ ബോൾ പോലെ ഇരിക്കുന്നു, അല്ലെ റൗണ്ട് ആയിട്ടിരിക്കുന്നു, ട്രയാങ്കിൾ ആയിട്ടിരിക്കുന്നു, അങ്ങനെ പല പല ഷേപ്സുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെയധികം താല്പര്യം കാണിക്കുന്ന ഒരു പ്രായമാണ് ഈ 2 മുതൽ 4 വയസ്സ് വരെ. അപ്പോൾ ഈ പ്രീ സ്കൂൾ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ എവിടെയെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു ഷേപ്സോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിലൊരു മുഖം ഉണ്ടാക്കുക. ഇപ്പോൾ സോസ് വെച്ച് കണ്ണും മൂക്കും വായും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പ്ലെയിൻ ഇഡ്ഡലി കഴിക്കാൻ നിരസിക്കുന്ന ഒരു കുട്ടി ഇങ്ങനെ ഒരു ഇഡ്ഡലി കാണുമ്പോൾ ഭയങ്കരമായിട്ട് അതിനോടൊരു അട്രാക്ഷൻ തോന്നും. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ പൊടിക്കൈകൾ നമ്മളുടെ വശം തന്നെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടിക്ക് ഒരു രീതിയിലും ഒരു ഭക്ഷണം ഇഷ്ടമല്ല എന്നുള്ള ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാതിരിക്കാൻ നമുക്ക് നന്നായിട്ട് ശ്രമിക്കാൻ പറ്റും. ദോശ കൊടുക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിരിക്കും എഗ് ദോശ എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഹെൽത്തി എഗ്ഗ് ദോശ ഉണ്ടാക്കാൻ എന്തെല്ലാം വേണ്ടതെന്ന് നമുക്ക് നോക്കാം. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് കളർഫുള്ളായിട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്ത് ഉണ്ടാക്കാം. ദോശമാവ്, സവാള ചെറുതായി അരിഞ്ഞത്, ക്യാരറ്റ് ചെറുതായി അരിഞ്ഞ് വയ്ക്കുക, ക്യാപ്സിക്കം ഇപ്പം ഡിഫറെൻറ്റ് കളേഴ്സിൽ കിട്ടും. അപ്പോൾ ചുമപ്പ്, മഞ്ഞ, പച്ചയൊക്കെ വാങ്ങിച്ച് ചെറുതായി അരിഞ്ഞ് അതിൻ്റെ പുറത്തിട്ട കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. മുട്ട, ഉപ്പ് ആവശ്യത്തിന്. ബ്രേക്ക്ഫാസ്റ്റിനപ്പോൾ പറ്റിയൊരു വിഭവമാണല്ലേ എഗ് ദോശ. കാരണം ഇതിൽ എഗ്ഗ് ഇപ്പം ചില കുട്ടികൾക്കൊക്കെ മുട്ട കഴിക്കാനായിട്ട് മടിയുണ്ടാവും. അപ്പോൾ മുട്ട വെച്ചിട്ടൊരു ദോശ മാത്രമല്ല, ഇത് വളരെ കളർഫുള്ളാണ്. ഇതിൽ ഈ പറഞ്ഞ പോലെ വെജിറ്റബിൾസ്, ക്യാപ്സിക്കം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ഭാവനയ്ക്ക് അനുസരിച്ചിട്ട് ഇപ്പോൾ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് പോലെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് വെജിറ്റബിൾസൊക്കെ ഈ ഒരു ദോശയിൽ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി ഇടനേരത്ത് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ കഴിക്കാനായിട്ട് വളരെ ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സ്നാക്കിനെ കുറിച്ചാണ് ഞാനിനി ഇവിടെ പറയാൻ പോകുന്നത്. ഒരു ക്രഞ്ചി സ്നാക്ക് ബാർ. ഇത് പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ, നല്ലൊരു ക്രഞ്ചി, നല്ല ഇതൊരു കപ്പലണ്ടി മിഠായിയൊക്കെ നമ്മുടെ കുട്ടികൾ കഴിക്കാറുണ്ട്. അപ്പോൾ ഈ കപ്പലണ്ടി മിഠായിക്ക് പകരം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് ബാറാണിത്. അപ്പോൾ ഇതിന് ആവശ്യമുള്ള ചേരുവകൾ, സാധനങ്ങളാണ് ഞാനിനി പറയാൻ പോകുന്നത്. അമ്മമാരോട് ഞാൻ ഒരു പേപ്പറും പേനയൊക്കെ എടുത്ത് അത് നോട്ട് ചെയ്തോളും. ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കോൺഫ്ലേക്സും നട്ട്സും ഓട്സും റേസിൻസും ഇത്രയും കാര്യങ്ങൾ മതി ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരമലൈസ് ചെയ്ത ഒരു ഷുഗർ സിറപ്പിലേക്ക് ഇത്രയും ഇൻഗ്രീഡിയൻറ്റ്സ്, അതായത് ഓട്സ്, നട്ട്സ്, കോൺഫ്ലേക്സ്, റേസിൻസ് ഇത്രയും കാര്യങ്ങളൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഗ്രീസ് ചെയ്ത ഒരു പ്ലേറ്റിലേക്ക് ഇത് കട്ട് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അമ്മമാർക്കൊക്കെ സമയം കിട്ടുന്ന പോലെ കുഞ്ഞുങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ കപ്പലണ്ടി മിഠായി പോലെ വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്രഞ്ചി സ്നാക്ക് ബാറാണിത്. തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാം. 7 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് ഒരു കുഞ്ഞിൻ്റെ സ്വഭാവ രൂപീകരണം നടക്കുന്നതെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു നല്ല പ്ലേ സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ നാം എന്തെല്ലാം ശ്രദ്ധിക്കണം?
ഒരു പ്രീ സ്കൂൾ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞിനെ ആദ്യമായിട്ട് കുഞ്ഞിൻ്റെ അമ്മയുടെ മടിയിൽ നിന്ന് നമ്മൾ വേറൊരു ആളുടെ കൈകളിലേക്ക് കൊടുക്കുന്ന ഒരു അനുഭവമാണ് ഒരു പ്രീ സ്കൂൾ എന്ന് പറയുന്നത് ഏത് കുട്ടിയുടെയും അല്ലെങ്കിൽ ഏതൊരു അമ്മയുടെയും ലൈഫിൽ. ഞങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ഈ കുട്ടിയുടെ മാനസികാവസ്ഥയും അമ്മയുടെ മാനസികാവസ്ഥയും വളരെ കെയർഫുള്ളായിട്ടാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഒരു പ്രീ സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ആസ് എ പേരൻറ്റ്, നിങ്ങൾ ഒരു സ്കൂളിൽ ആദ്യമായി ചെല്ലുമ്പോൾ അവിടുത്തെ അന്തരീക്ഷം ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസ് റൂംസ് വളരെ സ്പേഷ്യസ് ആണോ, എയർ സർക്കുലേഷൻ ഉള്ളതാണോ, ടെമ്പറേച്ചർ എങ്ങനെയുണ്ട്, ഒരു മീഡിയം ടെമ്പറേച്ചറിലാണോ, അതോ വളരെ ചൂടും വളരെ തണുപ്പും പാടില്ല, ഒരു മീഡിയം ടെമ്പറേച്ചറിലാണോ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് പുറത്ത് കളിക്കാൻ ആവശ്യത്തിന് സ്ഥലമുണ്ടോ, മണ്ണിലും വെള്ളത്തിലും എല്ലാം കുട്ടികൾ കളിക്കേണ്ടതാണ്, അതിനുള്ള സൗകര്യങ്ങളുണ്ടോ, ഒരു സെക്യൂർഡ് കോമ്പൗണ്ടാണോ, കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഓടാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ, അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മെയിൻ റോഡിൽ നിന്ന് കുറച്ചെങ്കിലും അകത്തേക്കിരിക്കുന്ന സ്കൂളുകളാണ് എസ്പെഷ്യലി പ്രീ സ്കൂളുകൾക്ക് നല്ലത്. കാരണം റോഡിൻ്റെ പൊല്യൂഷനും സൗണ്ടും പൊടിയും അതെല്ലാം ഇല്ലാതിരിക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് നല്ലത്. കുഞ്ഞുങ്ങളെ ആരാണോ ട്രെയിൻ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ആരാണോ ഗ്രൂം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ടീച്ചർ ആ വ്യക്തിയുമായിട്ട് കുറച്ച് നേരം എങ്കിലും ഇൻട്രാക്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു പെർമിഷൻ അവരോട് ചോദിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് അവരുടെ ഒരു ക്വാളിറ്റിയും അവർ എത്രമാത്രം ഇൻഫോംഡ് ആണ് അല്ലെങ്കിൽ അവർക്ക് എത്രമാത്രം കേപ്പബിലിറ്റി ഉണ്ട് എന്നുള്ളത് ഒരു 10-15 മിനിറ്റുള്ള ഇൻട്രാക്ഷനിൽ കൂടി നമുക്ക് ഒരുവിധമെങ്കിലും മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. നിങ്ങളുടെ ഏറ്റവും പൊന്നോമന കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ആദ്യ ചുവടുവയ്പ്പുകൾ പ്രീ സ്കൂൾ നിന്ന് തുടങ്ങുന്നത് കൊണ്ട് തന്നെ അവൻ്റെ പ്രീ സ്കൂൾ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ അവളുടെ പ്രീ സ്കൂൾ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ ഒരു ഘടകമാണ്. എന്നിരിക്കെ നിങ്ങളൊരു പ്രീ സ്കൂളിൽ അഡ്മിഷനായിട്ട് ചെല്ലുമ്പോൾ അവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ പേരൻസിൻ്റെ റെഫറൻസ് എടുക്കുകയും അല്ലെങ്കിൽ ഒരു 3-4 പേരുടെ നമ്പർ എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് അവരെ വിളിച്ച് ചോദിക്കുകയോ അവരുടെ ഈ സ്കൂളുമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ചോദിക്കുകയോ ചെയ്താൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും. അവരോട് ചോദിച്ച് അവർ പറയുന്നത് മാത്രം വിശ്വസിക്കാതെ ആ ചുറ്റുപാടിലുള്ള ബാക്കിയുള്ള അവിടെ പഠിച്ചു പോയ പേരൻസിനോട് റെഫറൻസ് എടുക്കുന്നത് വളരെ ഗുണം ചെയ്യുന്നതാണ്. കുഞ്ഞുങ്ങളെ പ്ലേ സ്കൂളിലേക്ക് വിടുമ്പോൾ അവർക്ക് എങ്ങനെയുള്ള ഡ്രസ്സ് നന്നായിരിക്കും? അത്തരം കാര്യത്തിൽ ഒരു എക്സ്പേർട്ടിൻ്റെ അഡ്വൈസ് നല്ലതായിരിക്കും. പ്ലേ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് നോർമലി ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉത്തമം. ആൺകുട്ടികൾക്കാണെങ്കിൽ ഈ ട്രൗസേഴ്സ് എടുക്കുമ്പോൾ പ്രത്യേകിച്ചും സിപ്പേഴ്സ് ഇല്ലാത്ത ടൈപ്പ് ട്രൗസേഴ്സ് എടുക്കുകയാണെങ്കിൽ അവർക്ക് കംഫർട്ടബിൾ ആയിരിക്കും. കാരണം കുട്ടികൾ ഭയങ്കര നോട്ടി ആയിട്ടുള്ളൊരു സമയമാണിത്. അപ്പോൾ അവർക്ക് ബാത്റൂമിലൊക്കെ പോകാനൊക്കെ ആണെങ്കിലും ആ ടൈപ്പിലുള്ള ട്രൗസേഴ്സ് അവോയ്ഡ് ചെയ്തിട്ട് നോർമൽ ആണെങ്കിലും നല്ലതാണ്. പെൺകുട്ടികൾക്കാണെങ്കിൽ പ്രിൻറ്റഡ് ലൈക്ക് ഫ്ലോറൽ പ്രിൻറ്റ്സോ അല്ലെങ്കിൽ പിങ്ക്സ് അങ്ങനത്തെ ഷെയ്ഡ്സൊക്കെ എപ്പോഴും നന്നായിട്ട് പോകും. ബാക്കിൽ ബട്ടൺസൊക്കെ ഉള്ള ഡ്രസ്സുകളാണെങ്കിലും അവർക്ക് അഴിക്കാനും ഒക്കെ കംഫർട്ടബിൾ ആയിരിക്കും. കുട്ടികൾക്കായിട്ട് ഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ സ്റ്റിച്ചിങ് ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻസോട് കൂടി തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന അവരുടെ കറക്റ്റ് സൈസ് തന്നെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതും അവർക്ക് പ്രോപ്പർ ഫിറ്റ് ആയിരിക്കണം. കുറച്ച് ബാഗി ആയിട്ടുള്ളതാണെങ്കിലോ അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ടുള്ളതോ ആണെങ്കിലും കംഫർട്ടബിൾ ആവില്ല. അപ്പോൾ അവരുടെ സൈസ് നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിച്ച് കറക്റ്റ് സൈസിലുള്ളത് ചൂസ് ചെയ്യുക. പിന്നെ എപ്പോഴും നമ്മൾ മെറ്റീരിയൽ കൈകൊണ്ട് ഫീൽ ചെയ്തിട്ട് തന്നെ എടുക്കുക. കോട്ടൺ കൈൻഡ് ഓഫ് ഫാബ്രിക്സ് ആണെങ്കിലും ചില കോട്ടൺസ് കുറച്ച് തിക്കായിരിക്കും. ലൈക്ക് ഹാൻഡ് വീവ് ആയിട്ടുള്ള കോട്ടൺസൊക്കെ കുട്ടികൾക്ക് അത്രയും സുഖമായിട്ട് ഇടാനൊരു കംഫർട്ടബിൾ ആവില്ല. അപ്പോൾ അത്തരം ഡ്രസ്സുകൾ നോക്കി സോഫ്റ്റ് കോട്ടൺസ് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. പ്ലേ സ്കൂളിലേക്ക് വിടുന്ന കുട്ടിക്കുറുമ്പന്മാരുടെ കാര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നത് യങ് മോംസ് കണ്ടപ്പോൾ മനസ്സിലായല്ലോ. യങ് മോംസിലൂടെ അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ.